ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടുള്ള ബെസ്റ്റ് പാർട്ട്. അങ്ങനെ PTS മെമ്പർ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർ ഹാപ്പിയായി. എല്ലാ ജോലി വില്ലന്മാരുടെ ശത്രുവെല്ലാം വന്നു. ഇപ്പം ബേബീസ് എല്ലാം വളർന്നു. അങ്ങനെ ഏഴുപേർ ബേബീസ് അതെ എല്ലാവരും പോയി. എഗ്ഗും എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ട്. അവരെല്ലാവരും എഗ്ഗിനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. 8 മുട്ട ഉണ്ട്. 8 കുട്ടികളുടെ കയ്യിൽ എഗ്ഗുണ്ട്. ഇത് PTS മെമ്പർ ചോദിക്കുക, എന്താ ബേബി മുട്ട? ഇത് മമ്മി തന്നത് എഗ്ഗ് എന്ന് പറഞ്ഞു. എല്ലാവരും മുട്ടനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഇവളൊരു കാര്യം. അങ്ങനെ ആ മുട്ട ഒടിഞ്ഞ് വന്നു. മുട്ടയിൽ ജിന്നുക്ക് ഷോക്ക്. എല്ലാവരും നോക്കിയായിരുന്നു. മുട്ടയിൽ കുട്ടി 8 ഡ്രാഗൺ വന്നു. ഇത് ഷോക്കായി. എന്ത് ഡ്രാഗൺ എഗ്ഗാ? അതെ, ഡ്രാഗൺ, ക്യൂട്ടായുള്ള ഡ്രാഗൺ വന്നു. അങ്ങനെ ആ ഡ്രാഗനെ കുട്ടികളെല്ലാം ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. 8 ഡ്രാഗൺ കുഞ്ഞ് വന്നു. അങ്ങനെ ക്യാരിങ് എല്ലാം നോക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. കുട്ടികളെല്ലാം വളർന്നു വലുതായി. ഇപ്പം എല്ലാ കുട്ടിക്ക് 6 വയസ്സായി. ജിൻ ബേബിനെ വിളിച്ചോണ്ട് വന്നു. ജിന്നിൻ്റെ ബേബി തന്നെ ഓട്ടർ വെച്ച് കളിക്കാറ്. അതെ, ഡ്രാഗനായിരുന്നു. ഡ്രാഗൻ എന്താ ഈ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് ഫുഡ്? വേണ്ട ഡാഡ്, വേണ്ട. എന്നെ കൂടുകൂടുകൂടെ ഐസ് ഫ്യൂസ് ചെയ്ത്. എന്താണ് ഫ്യൂസ് ചെയ്യുന്നത്? ഡാഡി എന്നെ പിടിച്ചു. അങ്ങനെ ആ കുട്ടി ഡ്രാഗൻ, അതെ ആ ഡ്രാഗന് കുറച്ച് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഡ്രാഗന് മേലെ ഇരുന്ന് പറന്നുപോയി. ഇതൊരു ഷോക്ക് ജിന്നുക്ക് വേണ്ടായി. എന്താടാ വരുവല്ലേ, വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജിന്നുക്ക് കോൾ വന്നു. ശരി ഓക്കെ ഞാൻ വരാം. അങ്ങനെ ജിന്നു തേടിക്കൊണ്ട് പോയി. ഈ ഷുഗോ എന്ത് ഷുഗർ എന്താണ് കേട്ടോ നടക്കുന്നത്? ഷുഗറിനെ തേടി പോയി. ഷുഗർ നോക്കുക കുട്ടി, അതെ ഷുഗറിൻ്റെ ബേബി അവിടെ നന്നായിട്ട് ഡ്രാഗന് മേലെ കിടന്ന് ഉറങ്ങായിരുന്നു. ഷുഗറിനെ വിളിച്ചു. ഷുഗർ വന്നിട്ട് നോക്കുമ്പോൾ എന്താടാ ചോദിച്ചാൽ ഷുഗറിൻ്റെ ബേബി നോക്കി. ഷുഗറിൻ്റെ ബേബി അങ്ങനെ ഡ്രാഗനെ ഏറ്റി പിടിച്ച് ഉറങ്ങി. രണ്ടുപേരും ഒക്കെ ഉറങ്ങി. അങ്ങനെ ഷുഗറിൻ്റെ ബേബി നല്ല കുർത്തക്കേട് കാട്ടിയാണ് ഷുഗറിൻ്റെ ബേബി ഉറങ്ങിയത്. ഷുഗർ എന്താടാ വിളിക്കുക, ഏതെങ്കിലും കുർത്തയുടെയൊക്കെ സമാധാനമാക്കിയതാടാ. ഷുഗറിനോട് പറഞ്ഞു, വാ നമ്മളോട് വിളിച്ചു. അങ്ങനെ ഷുഗർ അവിടുന്ന് വന്നു. നമുക്കിപ്പോൾ ആറാം വിളിക്കുക. അങ്ങനെ ആറാമിന് കണ്ടുപിടിക്കാൻ വന്നു. ആറാമിൻ്റെ ലൈബ്രറിയിലേക്ക്. അങ്ങനെ ലൈബ്രറിയിൽ വന്ന് നോക്കുക. രണ്ട് ഷോക്കായി നോക്കുന്നത്. അതെ, ആറാം അവരുടെ ബുക്ക് എടുത്ത് വായിക്കുക. അങ്ങനെ ആറാമിൻ്റെ ബേബിയും അങ്ങനെ ഡ്രാഗന് മേലെ ഇരുന്നു ബുക്ക് വായിക്കായിരുന്നു. ആറാമിനോട് പറഞ്ഞു. ഷോക്കായി ആറാം. ശരിടാ ഞാൻ വരാം. അതിനായിട്ട് ജേഹൂബിൻ്റെ റെഡിയോ പോയി. ജേഹൂബിൻ്റെ ബേബിയും ഡാൻസ് കളിക്കാൻ. അതുകൂടെ ഡ്രാഗണും ഡാൻസ് കളിക്കുക. ഈ ജേഹൂബ് തല കൈ വെച്ച് എന്തടാ എന്നിടാ ഡാൻസ് കളിക്കുക, എൻ്റെ ടോർച്ചർ, സൗണ്ട് കുറക്കടാ എന്ന് ജേഹൂബ് കയറിയാൻ തുടങ്ങി. ജേഹൂബിനോട് നടന്ന കാര്യം പറഞ്ഞു. ശരിടാ നമുക്ക് പോവാം. അങ്ങനെ ഓരോ നാൾ വന്നു. അങ്ങനെ ജിമിൻ എന്താടാ ജിമ്മിന് തണ്ണിരുന്നു. എന്താടാ ജിമ്മിനോട് കാര്യം പറഞ്ഞു. ജിമ്മിന് ഷോക്ക്. എന്താടാ സത്യമാണോ? അതേടാ ആ ബേബി ഡാഡി വരാ. അങ്ങനെ ജിമ്മിൻ്റെ ബേബി അവിടെ ഇരുന്നിട്ട്, അതെ ജിമ്മിൻ്റെ ബേബി അവിടെ ഡാൻസ് കളിക്കായിരുന്നു. അതെ ജിമ്മിൻ്റെ ബേബി അവിടെ ഡാൻസ് കളിക്കായിരുന്നു. അങ്ങനെ 3 പേര് ഡാൻസ് കളിച്ചായിരുന്നു. അങ്ങനെ കൊണ്ട് ശരി ഓക്കെ ജിമ്മിന് അവിടെ നിന്ന് പോയി. ജിമ്മിന് പോയി. അവിടെ അങ്ങനെ വീനെ കാണുന്നില്ല. അങ്ങനെ വീടിനെ തേടുന്നു. 2 പേര് ഫൈറ്റിംഗ് ട്രെയിനിങ് എടുക്കുകയാണ്. ഡ്രാഗൺ വീടിനോട് നടന്ന കാര്യമായിരുന്നു. എന്താടാ സത്യമാണ്? അങ്ങനെ ഓടുന്നു. ജങ്കുക്കിനോട് നോക്കുമ്പോൾ ജങ്കുക്കിനെ കോമഡി കൊണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. വീടിനോട് പറഞ്ഞു. ജങ്കുക്ക് നടന്നൊരു ജങ്കുക്ക് പറയാം, ഈ റാബിറ്റ് എന്താടാ കഷ്ടടാ ഈ റാബിറ്റ് പിടിക്കാൻ. കൃഷിയെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞു. എല്ലാ ക്യാരറ്റ് ഇവൻ തിന്നു കഴിഞ്ഞു. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ശരിടാ. അങ്ങനെ ജങ്കുക്ക് ബേബി അവിടെ ക്യാരറ്റെല്ലാം എടുത്ത് ആ ഡ്രാഗന് കയ്യിൽ കൊടുക്കുക. ക്യാരറ്റ് എടുത്തോണ്ട് വീട്ടിൽ മണ്ണ് ഫുള്ളുണ്ട്. ശരിടാ ബേബി ഞാൻ പോവാം, ഇപ്പോൾ അകത്ത് പോവും. ഞാനായിട്ട് അങ്ങനെ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കുളിച്ച് ഫ്രഷായി പോയി. ബേബിനെല്ലാം ഫ്രഷ് അവിടെ മേടുണ്ട്. എല്ലാവരും മേട് ക്ലീൻ ചെയ്ത് നമുക്ക് കോൾ പറഞ്ഞു. അങ്ങനെ എല്ലാ 7 പേരും അവിടേക്ക് പോയി. ഹലോ, അതെ അവർ പിക്നിക്ക് അവിടുത്തെ കമ്പനിക്ക് പോയത്. എന്താ സാർ എന്താ പ്രശ്നം? ആറാം നിങ്ങൾക്ക് എല്ലാവരും മിലിറ്ററിക്ക് പോകണ്ടേ? സാർ ഞങ്ങളിപ്പോഴാ? അതല്ല അവിടെ ഇപ്പോൾ ഞങ്ങൾ പ്ലീസ്. ശരി ഓക്കെ സാർ ഞങ്ങൾ പോവാ. എല്ലാവർക്കും സാഡായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു നടന്ന കാര്യം പറഞ്ഞു. ശരി ഓക്കെ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെയെല്ലാം നോക്കിക്കോളാൻ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ PTS മെമ്പർ 7 പേര് അവർ മിലിറ്ററിക്ക് പോയി. മാമ ഡാഡ വരൂ. ഡാഡ വരൂ. അങ്ങനെ PTS മെമ്പർ അവിടെ മിലിറ്ററിയിലെ കുറച്ച്
സാഡായിരുന്നു. അവർക്ക് മാജിക് യൂസ് ചെയ്ത് എല്ലാവരും ഓരോന്ന് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ തുടങ്ങി. ആ റൂം ഇങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്ന് മെറ്റീരിയൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എല്ലാ കൺട്രോളിൽ കൊണ്ടുവന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? ഡാഡാ എന്നടാ? ആ അങ്ങനെ കുറച്ച് കുട്ടികൾ ചെയ്തു. അപ്പോൾ ബേബീസ് 7 വയസ്സായി ബേബീസൊക്കെ കുറച്ച് ടൈം അങ്ങനെയല്ല ബർത്ത്ഡേക്കെല്ലാം ഹാഗോസ് ചെയ്യാൻ തുടങ്ങി. 7 ബേബീസ്, ബോയ്സ് ബേബി, ഗേൾ ബേബിയുടെ ഡാഡാ ഞാനിവിടെ ഇന്ന് ഫിൻസസ് എന്താ ഇവിടെ നടക്കുക? ഡാഡാ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താ? ഡാഡാ അവിടെ നോക്ക്. 7 വരെ അവർ നോക്കി. അത് ഷോക്കായി പോയി എന്ന് പറഞ്ഞ് അവരെ പെട്ടാണ്. എന്തത്? ഡാഡാ അത്. അങ്ങനെ ജിന്ന് നോക്കി. ജിന്നിൻ്റെ ഓട്ടർ പെട്ട്. അങ്ങനെ ഓരോ നാളെ പെട്ട് ജോഡിയായി. എല്ലാവരുടെ പെട്ട് ബോയ്സാണ്, ഗേൾ ഒരു പെട്ടില്ല. അങ്ങനെ അവർ ജോഡിനെ കൊണ്ടുവരുന്ന അടുപ്പാവി നിങ്ങൾക്ക്. അങ്ങനെ പെട്ട് പറഞ്ഞു ഞങ്ങളെ വൈഫാണ്. ഹീറോയിൻ്റെ അതുമാണ്. ഹീറോയിൻ്റെ പെട്ടും ബട്ടർഫ്ലൈ അതും എവോളായി. അതൊരു ട്രാൻസ്ഫറായിരുന്നു. അതൊരു ഗേളായി മാറി. മാസ്റ്റർ എന്തടി പറ്റി? പെട്ട് പറയും മാസ്റ്റർ എനിക്കും ശരി ഓൾറെഡി പെട്ടും എവോളായി മാറി. അവരുടെ ബട്ടർഫ്ലൈ ഇത് പോയി പ്ലേസ്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. അതെ അങ്ങനെ കൊണ്ട് പെട്ട് ഓരോന്ന് പെട്ട് നല്ല ആഘോഷിക്കുകയും ചെയ്യും. അതെ ആ പെട്ട് ഒരു മാജിക് പവർ യൂസ് ചെയ്ത് ഓരോന്ന് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും നമുക്ക് ട്രിപ്പ് പോവാം ഡാഡാ. ശരി ട്രിപ്പ് പോവാം. അങ്ങനെ ബസ് എടുത്ത്. അതെ ഫസ്റ്റ് ഹീറോയെ ബസ്സിൽ പോയി. അതേ ബസ് എടുത്തു. അതിലവർ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോവാൻ താമസിക്കുക. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അങ്ങനെ ആദ്യം അവളെ റോസിനെ അതെ ഒരേ ഒരു ഫ്രണ്ടാണ്, റോസ് മാത്രമാണ് ഫ്രണ്ട്. പിന്നെ റോസിനായിട്ട് ട്രിപ്പ് അവർ പോയി. ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. നല്ല കാര്യം എൻജോയ് ചെയ്യും. അങ്ങനെയായിട്ട് കുട്ടികളെ പറയാം ഡാഡാ നല്ല പ്ലേസല്ലേ, ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി എൻഡിങ്. ബൈ സീ യു.